തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രശസ്തമായ ചില മരിയൻ ഭക്തിഗാനങ്ങളിലൂടെ കേരള സഭയിൽ ഭക്തിഗാന രംഗത്ത് തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ബ്രദർ ജോൺസൺ പൈങ്ങോട്ടൂർ. കൂടുതലും അദ്ദേഹം പാട്ടുകൾ എഴുതിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ്. അമ്മയ്ക്കൊരു ഉമ്മ തുടങ്ങി അങ്ങനെ കുറെ നല്ല നമ്മൾ ഒത്തിരി പാടി കേട്ടിട്ടുള്ള ചില ഗാനങ്ങളൊക്കെ രചിച്ച് ഒപ്പം ദൈവവചന ശുശ്രൂഷയിലൂടെ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു ദൈവ ശുശ്രൂഷകനെ നമ്മളിത് പരിചയപ്പെടുകയാണ്. വളരെ സ്വാഗതം. ഈ മാതൃഭക്തി ഗാനങ്ങൾ അത് മാത്രം ഇങ്ങനെ കൂടുതലായിട്ട് എഴുതാനുള്ള കാരണം എന്താ? മാതൃഭക്തി കൂടുതലായിട്ട് കാരണം എനിക്ക് എൻ്റെ പെറ്റ അമ്മയോട് ഒരു അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേഹം ആണ് മാതാവിനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് കാരണമായി തീർന്നു. തന്നെയല്ല, എൻ്റെ ശുശ്രൂഷയിലുടനീളം മാതാവിൻ്റെ ഒരു പ്രത്യേകമായൊരു പരിപാലന അനുഭവിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വേദനയുടെ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു സംരക്ഷണം ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ധ്യാന ശുശ്രൂഷകളിലൂടെയൊക്കെ പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പലർക്കും ഇങ്ങനെ ഒരു ദർശനം പോലെ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ പുറയിൽ വന്ന് എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നിൽക്കുന്ന ഒരനുഭവമൊക്കെ ഉണ്ടായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് മാതാവിനോട് ഒരു ഭക്തിയും ബഹുമാനവും. ഈ പ്രശസ്തമായ ഗാനം എന്ന് പറഞ്ഞല്ലോ ഒരെണ്ണം, അമ്മയ്ക്കൊരു ഉമ്മ, അതിൻ്റെ ഒരു 2 വരി ഒന്ന് പാടാം. അത് ഈ പാട്ട് ഞാൻ എഴുതാൻ കാരണമായത്, ഞാൻ കണ്ണൂർ ഊർസലൻ ഗവൺമെൻറ്റിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് തൃശ്ശൂർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ചാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആ ബസ്സിലിരുന്ന് ജവമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് അമ്മ ഇങ്ങനെ ഒരു പ്രചോദനം തരികയാണ്, മോനെ നീ പെട്ടെന്നൊരു കടലാസും പേന എടുക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നൊരു കടലാസും പേനയും എടുത്തു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ മാതാവ് ഇങ്ങനെ എന്നോട് സംസാരിക്കുകയാണ്, നീ എഴുതിക്കോ എന്ന് പറയാം. ഞാൻ മാതാവിനോട് ചോദിച്ചാൽ എന്താ അമ്മ ഞാൻ എഴുതേണ്ടത്, എനിക്കൊന്നും എഴുതാൻ അറിയത്തില്ല, ഞാനിതൊരു പാട്ടിൻ്റെ വരി എഴുതിയിട്ടില്ല, പാട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. അപ്പം അങ്ങനെ അമ്മ ചോദിച്ചപ്പം അമ്മ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് തോന്നുകയാണ്, അമ്മയ്ക്കൊരുമ്മ അമലോൽപനാഥയ്ക്ക് പൊന്നുമ്മ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിലിരുന്നാണ് ഞാൻ ഗാനങ്ങൾ എഴുതാനായിട്ട് ആരംഭിച്ചത്. അതിങ്ങനെയാണ്: അമ്മയ്ക്കൊരുമ്മ അമലോൽപനാഥയ്ക്ക് പൊന്നുമ്മ, എൻ്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. അതാണ് ആ ഗാനത്തിന്റെ ഈരടികൾ. ഏകദേശം എത്ര പാട്ടുകൾ ഇതുവരെ? ഏകദേശം ഒരു 30ഓളം പാട്ടുകൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സീഡികളിലൊക്കെ ആയിട്ട്? ഇതെല്ലാം സീഡികളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്? വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിച്ചത് ഞാൻ 94 ആദ്യമായിട്ട് നവീകരണ ധ്യാനം കൂടുന്നത്. 94 എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത്. അവിടെ ബ്രദറിന് എന്തായിരുന്നു ജോലിയൊക്കെ? എനിക്ക് കൂലിപ്പണിയായിരുന്നു. കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയി ധ്യാനം കൂടി മനസാന്തരപ്പെട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായുള്ള സമ്മർദ്ദത്തിൻ്റെ പേരിൽ വെറുതെ പോയതാണ് ധ്യാനം കൂടാൻ വേണ്ടി. എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ആവശ്യത്തിനൊന്നും വേണ്ടിയിട്ട് ധ്യാനത്തിന് പോയതല്ലേ. പക്ഷെ അവിടെ വെച്ച് ജന്മനാ മുതൽ തളർന്നു കിടന്ന ഒരു 7 വയസ്സുള്ള പയ്യനെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തുന്ന കണ്ടപ്പോൾ ആ സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഇടിവാള് പോലെ ഒരു സംഭവം കടന്നു വരികയും ഞാൻ അവിടെ ബോധം കിട്ടി വീഴുകയും ചെയ്തു. അവിടുന്ന് എഴുന്നേറ്റ സമയം തുടങ്ങിയാണ് എനിക്ക് ഇത്രയും നാളും ഇതുപോലെ ശക്തിയും കഴിവുമുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ ഹൃദയത്തിൽ തോന്നി. അന്ന് തുടങ്ങി അവിടെ തുടങ്ങിയാണ് എനിക്ക് യഥാർത്ഥത്തിൽ അതുവരെയുള്ള ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? അതുവരെ ദൈവത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ദൈവം ഉണ്ടെന്നുള്ളതല്ലാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണെന്നോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ അപ്പനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ദൈവത്തെ കാണുന്നു, അതുപോലെ നമ്മളും കാണുന്നു. അല്ലാതെ പ്രത്യേകമായിട്ട് ദൈവത്തെ ഒന്ന് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ ദൈവമാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇല്ലായിരുന്നു. പള്ളിയിൽ പോകുന്നു അത്രേ ഉള്ളൂ. അന്ന് പള്ളിയിൽ പോകും ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇടയ്ക്ക് ഞായറാഴ്ച ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ഞായറാഴ്ച മാത്രം നമ്മൾ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു. അങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ധ്യാനം കൂടി വന്നപ്പോഴുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അതുവരെ സന്ധ്യപ്രാർത്ഥനകളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ ധ്യാനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പിള്ളേരെയോ ഭാര്യയോ ഒന്നും ധ്യാനം കൂടായിട്ട് നിർബന്ധിച്ചില്ല.
ഞാൻ ധ്യാനം കൂടിയിട്ട് വന്നിട്ട് അന്ന് തുടങ്ങി, ധ്യാനം കൂടി അന്ന് തുടങ്ങി മെഴുകുതിരി കത്തിച്ച് വെച്ച്, ഞാൻ രൂപത്തിന് മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞാൻ സ്വയം പ്രാർത്ഥിക്കാൻ തുടങ്ങി, സന്ധ്യപ്രാർത്ഥന നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലെ സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ സന്ധ്യപ്രാർത്ഥന നടത്തുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നോട് ചേർന്നു. ചേർന്ന് ഇപ്പോൾ ഇന്നും അവരുടെ താങ്ങും തണലുമായിട്ട് പോകുന്നു. അവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞാണ് എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഞാൻ അവരെ ധ്യാനം കൂടാൻ ധ്യാനത്തിന് പോകാനൊന്നും ഞാൻ എൻ്റെ മക്കളെ ഭാര്യയെ നിർബന്ധിച്ചില്ല. ഞാൻ ആഴ്ചയിൽ ഒരു 4 സിനിമയെങ്കിലും കാണുമായിരുന്നു. അവിടെ ഇഷ്ടംപോലെ സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിർത്തിയിട്ട് ഞാനൊരു 3 വർഷക്കാലം മുമ്പോട്ട് പോയപ്പോൾ ഭാര്യ എന്നോട് ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ധ്യാനത്തിന് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം അതുവരെ ഇങ്ങനെ ഭാര്യയോട് ധ്യാനം കൂടുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ മിണ്ടിയല്ല. അപ്പം ഭാര്യയോടും പറഞ്ഞില്ല, മക്കളോടും പറഞ്ഞില്ല. കാരണം ഇതങ്ങനെ നിർബന്ധിച്ച് വിടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ കണ്ടിട്ട്, എന്നിലെ മാറ്റം കണ്ടിട്ട് അവർ സ്വയം തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 3 വർഷം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകും. സിനിമയ്ക്ക് അവരെ തിയേറ്ററിനുള്ളിൽ കയറ്റി വിട്ടിട്ട് ഞാൻ തൊട്ടടുത്ത കടയുടെ തിണ്ണാലിരുന്ന ജോമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനത്തിന് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഈ 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ഭാര്യയെ സംബന്ധിച്ചുള്ള അവരിങ്ങനെ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഇത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിട്ടില്ല പലപ്പോഴും? ഉണ്ട് പലപ്പോഴും. അങ്ങനെ ഇല്ല. കാരണം പുള്ളിക്കാരത്തി പൊതുവേ ഒരു ശാന്ത സ്വഭാവക്കാരിയാണ്. നമ്മൾ പറയുന്നതിനപ്പുറത്തേക്കൊന്നും പോകില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. അപ്പൊ ഈ 3 വർഷം കഴിഞ്ഞ് ധ്യാനം കൂടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരത്തോട് ചോദിച്ചു, അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് നിനക്ക് ധ്യാനം കൂടാൻ പോകണമെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവളെന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ എന്നെ സ്ട്രക്ക് ചെയ്തു. അവളെന്നോട് പറഞ്ഞത്, ഈ 3 വർഷം ഞാൻ ഇച്ചാനെ പഠിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ ഈ 3 വർഷം, കാരണം ഇതൊക്കെ ധ്യാനം കൂടിയിട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കൊക്കെ ഉള്ള ഒരു മാറ്റങ്ങളൊക്കെ അങ്ങനെയാണ് പുള്ളിക്കാരത്തി കണക്കാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ആ ഒരു മൂക്കൊക്കെ അത് തന്നെ ഉള്ള ഇത്. അപ്പൊ ഇത് നിരന്തരമായിട്ടുള്ള, പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതങ്ങൾ, ഞാൻ പ്രയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി, ജീസസ് യൂത്തുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ വ്യക്തിപരമായിട്ട് രാവിലെ 4 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള എൻ്റെ മാറ്റങ്ങൾ 3 വർഷം അവള് പരിശോധിച്ചതിന് ശേഷമാണ് അവള് ധ്യാനം കൂടാൻ പരിശോധിച്ച് ബോധ്യപ്പെട്ടു തന്റെ ഭർത്താവിന്റെ ഈ മാറ്റം ജനുവിനാണെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് ധ്യാനത്തിന് പോയി. ധ്യാനം കൂടി വന്ന് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കരങ്ങൾ കോർത്തിടിച്ച് ഇവിടെ എന്ത് പ്രശ്നം ദൈവത്തിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങളും മക്കളും ഭാര്യയും ഞങ്ങളും കൂടെ ഇരുന്ന് കൈ കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഏകദേശം 18ഓളം വാടക കെട്ടിടത്തിൽ ഞങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്. വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ട്. 18 വീടുകളിൽ മാറി താമസിച്ചിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ 1 വർഷം കണക്കിലായിരിക്കും മാറിയത്? അങ്ങനെ ഇല്ല. ചില വീടുകളിൽ 2 വർഷമൊക്കെ താമസിച്ചിട്ടുണ്ട്. ചില വീട്ടിൽ 6 മാസം വരെ താമസിച്ച വീടുകളുണ്ട്. 6 മാസമൊക്കെ താമസിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ ഞങ്ങൾ 6 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പുള്ളി വീട് ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ എനിക്കന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ആദ്യം ദൈവേന്ദ്രാനന്ദത്തിൽ വെച്ച് തന്നെ കിട്ടിയായിരുന്നു. അപ്പം എൻ്റെ അപ്പൻ ദൈവമാണെങ്കിൽ അവൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ വീട് ഒഴിവാകേണ്ട വന്നപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെ സാധനങ്ങളെല്ലാം കുറേ ചാക്കിനകത്ത് നമ്മൾ വാരിക്കെട്ടി റോഡ് സൈഡിൽ വെച്ചിരിക്കുക. അപ്പോൾ ഭാര്യയും അന്ന് എൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞുണ്ടായിട്ട് 90 ദിവസം പോലും ആയിട്ടില്ല. ഈ കൈക്കുഞ്ഞിനെ ആയിട്ട് ഭാര്യ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുക. ആ സമയത്താണ് ഈ വീട് മാറാൻ പറയുന്നത്. അതാ ഈ വീട് മാറി 6 മാസം കഴിഞ്ഞ് പെട്ടെന്ന് വീട് മാറാൻ പറഞ്ഞ് ഞങ്ങൾ വീട് മാറി. അന്ന് രാവിലെ എന്തൊരു കണ്ണിച്ചോറയില്ലാത്ത മനുഷ്യനാണ് ഈ ഇങ്ങനെ ഈ കൈക്കുഞ്ഞുമായിട്ട് നിങ്ങള് പെട്ടെന്ന് വീട് മാറണം എന്നൊക്കെ പറയാം. 6 മാസമേ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വീട് കച്ചവടത്തിന് ഇട്ടേക്കുന്നതായിരുന്നു. ആ വീട് പെട്ടെന്ന് കച്ചവടം ആയതുകൊണ്ട് മാറേണ്ടി വന്നു. എങ്കിലും നമുക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എന്തോ പക്ഷേ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി ആയിരിക്കാം വിശ്വസിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ അവരെ ഇറക്കി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാൻ, അല്ലെങ്കിൽ വീട് കിട്ടുമെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ ഞാനിങ്ങനെ കുറെ വീടുകൾ പോയി. അതിനുള്ള സമയം പോലും കിട്ടിയില്ല? ഇല്ല. കാരണം രാവിലെയാണ്, തലേദിവസം പറയുന്നു, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒഴിവാകുന്നു. രാവിലെ അവരെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് പോവാണ്, വീട് അന്വേഷിച്ച് പോവുകയാണ്. ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് എത്ര മക്കളുണ്ടായിരുന്നു ആ സമയത്ത്? എനിക്ക് 3
3 മക്കള്. 3 മക്കള്. ഈ 90 ദിവസം പ്രായമുള്ള 3ാമത്തെ കൈക്കുഞ്ഞിനെയും കൈ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, ഈ റോഡ് നിൽക്കുന്നത്. റോഡ് വക്കി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ ആ സമയത്ത് കുറെ വീടുകൾ അന്വേഷിച്ചു. ഒരു വീട് കിട്ടില്ല. അപ്പം നേരെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയും സമയം ഈ ഭാര്യയും കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു? ഭാര്യയും കുഞ്ഞുങ്ങൾ അടുത്തുള്ള വീട്ടിൽ തിന്നാലിരിക്കാൻ. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടവക്കാരോ അല്ലെങ്കിൽ ഇടവയിലെ വികാരി അച്ഛനോ അവരൊന്നും ഈ സംഭവം ഒന്നും അറിയുന്നില്ലേ? അന്ന് നിങ്ങളൊരു ഇടവയിൽ ഒരാള് ഇങ്ങനെ ഭാര്യയും മക്കളെയും തെരുവിൽ നിർത്തിയിട്ട് വീട് അന്വേഷിച്ച് ഓടേണ്ട ഒരു ഗതികേട് നമ്മുടെ കത്തോലിക്ക സമുദായത്തിൽ വന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, ഉണ്ട്. അതിന്റെ കാരണം ഞാൻ എൻ്റെ മാനുഷികമായ നിലയിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പള്ളിയായിട്ടൊന്നും അത്ര ഒരു അടുപ്പത്തിലല്ലായിരുന്നു. ഞാനും കൂടി വന്ന കുറച്ച് നാളായുള്ളൂ പിന്നെ പള്ളിയൊക്കെ ആയിട്ട് എനിക്കൊരു ബന്ധം വന്നു തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ, പള്ളിയായിട്ട് ബന്ധം വേണമെന്നില്ലല്ലോ ബ്രദറെ. ഒരു വിജാതീയനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ അവിടെ അയലോക്കക്കാരില്ലേ? അയലോക്കക്കാരുണ്ട്. പക്ഷെ ഞാൻ ആ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് നാട്ടിൽ വന്നിട്ട് ഒത്തിരി ആയില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ വന്നിട്ട് കുറെ ഉണ്ടായിരുന്നു, 1 വർഷം ആയുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി ആളുകളുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധമില്ലായിരുന്നു ആ നാട്ടില്. തന്നെയല്ല, ഞാൻ ഈ വിവരം അച്ഛനെ അറിയിച്ചിട്ടും ഇല്ലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം അന്നങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകണം എന്നൊരു പ്രചോദനം നമുക്ക് കിട്ടിയില്ല, അല്ലെ അവരെങ്ങനെ സഹായിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കില്ല. നമ്മുടെ മാനുഷികമായ ചിന്തയിൽ പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് മാനുഷികമായ അവസ്ഥയിൽ ഒരു വീട് അന്വേഷിച്ച് പോകുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അങ്ങനെ അവസാനം അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. 6 മണിയായപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തില്ലാണ്, വികാരിയച്ഛൻ്റെ അടുത്തില്ലാണ്. 6 മണിയായപ്പോൾ അപ്പോൾ വികാരിയച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരവസ്ഥയാണ് എനിക്ക്, അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ധ്യാനം നടന്നുകൊണ്ടിരിക്കുക പള്ളിയിൽ. അപ്പം ആ ധ്യാനം നടത്തുന്ന സമയത്താണ് അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനോട് പറയാം, ഇങ്ങനെ ഒരു അവസ്ഥയാണ് അച്ഛൻ, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയും. അപ്പം ആ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, പള്ളിയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഇപ്പം എന്തെങ്കിലും ഒരു നീക്കമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ പേർക്ക് എന്നോട് പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു. പെട്ടെന്നൊരു വണ്ടിയും വിളിച്ചുകൊണ്ട് പോയി, ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് പോയി, ഭാര്യനെയും പിള്ളേരും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് പോയി. അച്ഛനോട് ഇത് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, നീക്കമൊക്കെ ഉണ്ടായേനെ. പക്ഷെ നമ്മുടെ അറിവില്ലായ്മയോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രദറെ, നമ്മുടെ ഒരു ഇടവക സമൂഹത്തില് ഒരു കുടുംബം ഏതെങ്കിലും പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് കൂട്ട ആത്മഹത്യകൾ നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഇടവക വികാരിയച്ഛനുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പള്ളി കമ്മിറ്റിക്കാരൊക്കെയായിട്ടൊന്ന് സംസാരിച്ച് ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെയൊക്കെ സമയങ്ങളിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ നിശ്ചയമായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നമുക്കന്ന് അതിനെക്കുറിച്ച് ഒരു നമ്മുടെ അറിവില്ലായ്മയാണ് അതിനെക്കുറിച്ച്. ആ സമയം ഇപ്പം എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓടി നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു വീടിനോട് ചേർന്ന ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഔട്ട് ഹൗസിൽ ഞങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 8 മാസത്തോളം ആ ഔട്ട് ഹൗസിൽ താമസിച്ചതിന് ശേഷം വേറൊരു വീട് കിട്ടും. വേറൊരു വീട് നമുക്ക് സൗകര്യത്തിന് കിട്ടിയപ്പം അങ്ങോട്ട് മാറി. അങ്ങനെ 18 വീടുകൾ മാറി താമസിച്ചു. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പൊ ഒരു വീട് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ തേപ്പ് കഴിഞ്ഞു. അപ്പൊ വീട് പണിയാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തർ സഹായിക്കുന്ന അനുസരിച്ചാണ് നമ്മളത്. ശുശ്രൂഷകൾ ഇപ്പോൾ ഞാൻ ഏറ്റുമാനൂരടുത്ത് കോതനെല്ലൂർ എന്ന് പറയുന്ന തുവാനിസ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിൽസൺ കുരുട്ടുപറമ്പിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം എനിക്ക് ഒരു ഓട്ടോറിക്ഷയുണ്ട്. അത് നമ്മുടെ കോവിഡ് കാലത്ത് ശുശ്രൂഷകളൊക്കെ നിന്ന് പോയപ്പം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു സഹോദരനിലൂടെ ഇടപെട്ട് വാങ്ങി തന്ന ജീവിതമാർഗമായിട്ട് തന്ന. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. അപ്പൊ ഞാൻ അത് എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷ ഉള്ള സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് നമുക്ക് പോകാമല്ലോ, വേറെ ആരോട് ഉത്തരവാദിത്വം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷയുടെ തടസ്സമില്ലാത്ത രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു ഉപജീവനമാർഗം കാണിച്ചു തരണം. അപ്പം എനിക്ക് അറിയാവുന്ന ഏക ഒരു തൊഴിൽ കൂലിപ്പണിയാണ്. അതല്ലാതെ എനിക്ക് അറിയാവുന്ന ഏക ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഓടിക്കലാണ്. അപ്പം ഞാനിങ്ങനെ ഒരു അവസരത്തിൽ ഒരു സഹോദരനോട് ഞാനിങ്ങനെ ചോദിച്ചു, സഹോദരൻ എങ്ങനെയാണ് അവസ്ഥ, അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം 50,000 രൂപ ഒന്ന് സഹായിച്ചു. അങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ എടുത്തത്. പിന്നെ CC ഉണ്ടായിരുന്നു, ഓട്ടോയ്ക്ക് CC എടുത്താൽ. ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ, ഇപ്പൊ കുടുംബത്തിലെ മക്കള് ഏതുവരെയൊക്കെയായി? മക്കള് എനിക്ക് 3 മക്കളാണ്.
2 പെണ്ണും ഒരാണും. അതിൽ 2 പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു. ഓ, അത്രയും പ്രായമുണ്ട്. 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം ഉത്തരവാദിത്തത്തിന്റെ വലിയൊരു പങ്ക് വലിയൊരു പങ്കെന്ന് പറയാൻ പറ്റില്ല, നടന്നു. അത് മക്കളുടെയൊക്കെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് സത്യമായിട്ടും പറഞ്ഞാലും നമ്മൾ ദൈവത്തിൻ്റെ കരുതലും പരിപാലനമൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം. ഈ ശുശ്രൂഷയിൽ നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്കൊരു പ്രചോദനം തരുന്നത് ദൈവത്തിൻ്റെ ഈ തക്ക സമയത്തുള്ള ഇടപെടലാണ്. എൻ്റെ 2 മക്കൾ കെട്ടിച്ചതും 5 പൈസ പോലും, നമുക്ക് അറിയാമല്ലോ, കൂലിപ്പണിയാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഒരു നീക്കിയിരിപ്പും നമ്മുടെ കയ്യിലില്ല. 10 രൂപ പോലും നമ്മളുടെ കൈവശം ഇല്ലാതിരിക്കുന്ന സമയത്താണ് 2 മക്കളുടെ വിവാഹം വന്നത്. ആ 2 മക്കളുടെ വിവാഹവും വളരെ നല്ല രീതിയിൽ കർത്താവ് ഒരു മനുഷ്യന്റെ മുമ്പിലും കൈനീട്ടാത്ത രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന അനേക വ്യക്തികളിലൂടെ ഇങ്ങോട്ട് വന്ന് സഹായം പറഞ്ഞ് ദൈവം ഇടവിട്ട് നടത്തി. ആ ഇളയ കൊച്ചിൻ്റെ കല്യാണം, ഒത്തുകല്യാണം, മൂത്ത മോക്കടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷമായപ്പോഴാണ് ഇളയ മകൾക്ക് കല്യാണം വരുന്നത്. അപ്പം നേരത്തേക്ക് മൂത്ത കൊച്ചിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ 10 രൂപ പോലും കയ്യിലില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ആലോചന വരിക. അപ്പോൾ 2-3 പ്രാവശ്യം ആലോചന പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റി വെച്ചു. അപ്പോഴും പിന്നെയും അവർ വീണ്ടും പെൺകുട്ടിയെ തരാൻ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ അന്ന് കോതമംഗലം സൂണിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ചേറ്റൂരച്ചൻ, ജോർജ് ചേറ്റൂരച്ചനാണ് അന്നത്തെ കോതമംഗലം രൂപതയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ. അപ്പം അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഇളയ മകൾക്കൊരു കല്യാണാലോചന വരുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ പലപ്പോഴും അത് വേണ്ടാന്ന് വെച്ചിട്ട് അവർ പിന്നെയും ആലോചനയായിട്ട് വരുവാണല്ലോ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, പിറ്റേ ആഴ്ചയിൽ ഞാൻ സുഖന്റെ ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, മോനെ എന്നെ അച്ഛൻ്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അലമാരയുടെ മുകളിൽ ഒരു കവർ എടുപ്പുണ്ട്, എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് അപ്പം അച്ഛൻ വല്ല വെച്ചേക്കുന്നതായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട്, അച്ഛൻ്റെ ആവശ്യമുള്ള കവറായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെന്ന് ആ കവറെടുത്ത് അച്ഛൻ്റെ കൊടുത്തു. പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എൻ്റെ ഈ തരണ്ടാകും, നീ വെച്ചോളാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതൊരു 25,000 രൂപയുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം, കർത്താവ് വഴി നടത്തുന്നു പറഞ്ഞു. അപ്പം അതൊരു ദൈവസ്വരമായിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം നമ്മുടെ ആത്മീയ പിതാക്കന്മാരിലൂടെ പറയുമ്പോൾ എനിക്ക് വിഷം വരിക. നമ്മുടെ ആത്മീയ പിതാക്കന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. ഞാൻ ആ 25,000 രൂപയും വെച്ച് കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. ഒത്തുകല്യാണം വരെ വളരെ ഭംഗിയായിട്ട് കർത്താവ് കാര്യങ്ങൾ നടത്തി. ഒത്തുകല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ ആൾക്കാരോട് ചോദിക്കുകയാണ്, അവിടെ എന്നാണ് നമുക്ക് സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, 10 പവൻ്റെ ആഭരണം കൊടുത്തേക്കാൻ നടന്നു പറഞ്ഞത്. മൂത്തോക്ക് 10 പവൻ്റെ ആഭരണം കൊടുത്തോണ്ട് എൻ്റെ ഇളയൊക്കെ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ലോ എന്ന് ഓർത്ത് 10 പവൻ്റെ ആഭരണം കൊടുത്തേക്കാന്ന് പറഞ്ഞു. അവരൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷേ എങ്കിലും നമുക്ക് മൂത്ത മോക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് അത്രയും കൊടുക്കാമെന്നുള്ളൊരു ഇതിലൊക്കെ. അപ്പം ഈ ഉത്തരവാദിത്തം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്നാണ് നമുക്ക് സ്വർണ്ണം എടുക്കേണ്ടത്. അപ്പോൾ സ്വർണ്ണം ഇന്ന ദിവസം എടുക്കാമെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ 10 രൂപ. കല്യാണം കഴിഞ്ഞ് കാറ്ററിംഗുകാരുടെ പൈസ കൊടുത്തപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ആ പാടെ 10,000 രൂപയുള്ളൂ. അപ്പം ഇന്ന ദിവസം സ്വർണ്ണം എടുക്കാമെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞു വിട്ടു. അപ്പം പിറ്റേ വ്യാഴാഴ്ച കല്യാണമാണ്. ശനിയാഴ്ചയാണ് ഒത്തുകല്യാണം. ഒത്തുകല്യാണം കഴിഞ്ഞ് ഞായർ പോയി, തിങ്കൾ പോയി, ചൊവ്വ പോയി, ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും വ്യാഴാഴ്ച കല്യാണമാണല്ലോ. സ്വർണ്ണം എടുക്കാനുള്ള ഒരു മഴയില്ല. ഞാൻ അന്ന് രാവിലെ, ചൊവ്വാഴ്ച രാവിലെ തൊടുപുഴ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ആ നിത്യാരാധന ചാപ്പലിൽ പോയി തമ്പുരാൻ്റെ സന്നിധിയിലെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ച് അവിടെ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വൈകിട്ട് ഒരു 4:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സാധാരണവശാൽ കുറേ സമയമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വഴി ചില സന്ദേശങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഈ 4:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു സന്ദേശവും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് അല്പം അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. കാരണം നമ്മളൊരു പിതാവാണല്ലോ, മാനുഷികമായിട്ടുള്ളൊരു ദിവസം കൂടെ കഴിഞ്ഞ കല്യാണം. അപ്പം എന്നാ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥന സമയത്ത് ഞാൻ എൻ്റെ മനസ്സ് അസ്വസ്ഥമായപ്പോൾ ഞാൻ ആ ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി അല്പസമയം അതിലും നടന്നപ്പോഴും ജവമാല ഉണ്ട് കയ്യിൽ. 5 മണിയായപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു. 5 മണിയായി ഫോൺ ബെല്ലടിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, ജോൺസൺ ബ്രദർ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സഹോദരനെ വിളിക്കുന്നത്, അതായത് ഒരു സുനിൽ എന്നാണ്, ബ്രദർ സുനിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷൻ. അപ്പോൾ അദ്ദേഹമാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ജോൺസൺ ബ്രദറെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, പിള്ളേരുടെ കല്യാണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ബ്രദറെ, അങ്ങനെയാണ് സ്വർണ്ണത്തിൻ്റെ കാര്യമൊക്കെ നടന്നില്ല. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, കോട്ടയത്തുള്ള ഒരു സ്വർണ്ണക്കടയുടെ പേര് പറഞ്ഞു, ആ സ്വർണ്ണക്കടയിൽ ചെന്ന് അവിടെ സേവിച്ചെന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തോട് ചെന്ന് ബ്രദറെ എന്നെ അങ്ങ് പരിചയപ്പെടുത്തിയാൽ മതി,
എന്നിട്ട് ആവശ്യമുള്ള സ്വർണ്ണം എടുത്തോളാൻ പറഞ്ഞു. അത് വേറൊരാൾ സ്പോൺസർ ചെയ്യുന്ന ആട്ടോ എന്ന് പറഞ്ഞു. ആളുടെ പേരൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ ഒരെണ്ണം ചെറുക്കൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ കോട്ടയത്ത് സ്വർണ്ണക്കടയിൽ ചെല്ലുന്നു. ഈ സേവിച്ചൻ എന്ന് പറയുന്ന ആളെ കാണുന്നു. ഇതൊക്കെ ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ സംഭവിക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു സാധ്യത ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ദൈവം ഇങ്ങനെ ഈ സുനിൽ ബ്രദറിലൂടെ ഇടപെടുകയാണ്. അപ്പം അവിടെ ചെന്ന് ഈ സേവിച്ചൻ എന്ന് പറയുന്ന ആളെ കണ്ട് ഞാൻ പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഇവിടെ ഇരിക്കുക, ആവശ്യമുള്ള സ്വർണ്ണം എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ 10 പവൻ്റെ ആഭരണം ആ സ്വർണ്ണക്കടയിൽ നിന്ന് എടുക്കുക. ആ സ്വർണ്ണം എടുത്തിട്ട് പുറത്ത് ഇറങ്ങിയപ്പം എന്നെ ഈ സ്പോൺസർ ചെയ്ത ആൾ വിദേശത്തുള്ള ആളാണ്. ആ ആൾ എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അപ്പം എന്നോട് സ്വർണ്ണമൊക്കെ എടുത്തു. ഞാൻ സ്വർണ്ണമൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. കാര്യങ്ങൾ നന്നായിട്ട് എന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പോലും നമ്മളെ അറിയണ്ട, കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരും കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഉടനെ തന്നെ പിന്നെ അപ്പം പെട്ടെന്ന് അവരോടൊക്കെ പറഞ്ഞ് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി സ്വർണ്ണം എല്ലാം എടുത്തു. വ്യാഴാഴ്ച കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും ഈ ഇവിടെ തന്നെ വിളിക്കുക. എങ്ങനെ അപ്പം ഞാൻ ഇവിടെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്, പ്രത്യേകം നന്ദിയുണ്ട്, ബ്രദറിൻ്റെ പേരെങ്കിലും എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറയുകയാണ്, ബ്രദറെ എൻ്റെ പേരോ ഓരോ ഒന്നും ബ്രദർ വീണ്ടും അദ്ദേഹം പറയണ അറിയേണ്ട കാര്യമില്ല, പറ്റുമെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തീർച്ചയായിട്ടും ബ്രദറെ പ്രാർത്ഥിക്കാം, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ്, പറയുമ്പോൾ എനിക്ക് ഇന്നും വിഷമമാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ വിദേശത്താണ്, പക്ഷേ 3 മാസമായിട്ട് ഞാൻ ജോലി ഇല്ലാതിരിക്കുക. 3 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുക. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇന്നും അദ്ദേഹത്തിന് ജോലി കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പേരോ ഓരോ നാടോ ഒന്നും എനിക്കറിയത്തില്ല. ജോലി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്നും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടാൻ വേണ്ടി ഞാനും എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത്, ദൈവം ഇതൊക്കെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം ഒരു സിനിമാ കഥ പോലെയാണ് എനിക്കും അനുഭവപ്പെടുന്നത്. ഇത്രേ ഉള്ളൂ ബ്രദറെ. കർത്താവ് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആകാശത്തിലെ പക്ഷികളെ പോറ്റുക ദൈവം, തീർച്ചയായിട്ടും വയലിലെ ലില്ലിപ്പൂക്കളെ അണിയിച്ചൊരുക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം. ആ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല, വാസ്തവമായിട്ടും അതങ്ങനെ തന്നെയാണ്. അപ്പം ബ്രദറിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഇത്രയും കാലം ഏതാണ്ട് 30 വർഷത്തോളമായിട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ നിൽക്കുക. ഈ 30 വർഷക്കാലവും ഇതുപോലെ തന്നെ ദൈവത്തിന്റെ കരുതൽ പരിപാലനയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നില്ല, ഒരു മാസം ഇരുന്ന് പറയാനുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് വന്നിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ GC ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ്, ആർക്കമ്പലിയിൽ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ നടുവ് തളർന്ന് ഞാൻ ആ അറക്കപ്പൊടിക്കകത്തേക്ക് വീഴുക. അവിടെ നിന്ന് ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടി ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എന്നെ കസേരയിൽ ഇരുത്തിയിട്ട് ഇരിക്കത്തില്ല, നിൽക്കാൻ പാടില്ല. ഒരെണ്ണം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു, എൻ്റെ അരയ്ക്ക് ഇപ്പുറത്തേക്ക് തളർന്നു പോയായിരുന്നു. അരയ്ക്ക് ഇപ്പുറത്തേക്ക് തളർന്ന് പോയി, ഒരു നിവൃത്തിയില്ല. അന്ന് പിള്ളേർ 3 പേരും ചേർത്ത് വാടകക്കെട്ടിൽ താമസിക്കുന്നു. ഒരു മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ആഹാരത്തിനോ ഒക്കെ ബുദ്ധിമുട്ടി കിടന്നു പോയ സമയമുണ്ട്. അങ്ങനെ 1.5 വർഷത്തോളം ഞാൻ ആ കിടപ്പ് ഞാൻ അവിടെ കിടന്നു, കട്ടിക്കോലിൽ കിടന്നു. ആ സമയത്തൊക്കെ നമുക്ക് ആശുപത്രി പോകുന്ന സമയമൊക്കെ ആയി കഴിയുമ്പോഴും ആ കൃത്യസമയത്ത് ആരിലൂടെയെങ്കിലും ദൈവം കൃത്യമായിട്ട് ഇടപെട്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എനിക്കൊന്ന് സ്വന്തമായിട്ടൊരു ബൈബിളില്ല ഇവിടെ. ഞാൻ പറയുക, കാര്യം ഇത്രയും നവീനത്തിൽ വന്നെങ്കിലും ഒന്ന് സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങാനുള്ള പൈസ ഇല്ല. സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങിക്കാൻ 100 രൂപ നമുക്ക് ഇല്ലായിരുന്നു ആ സമയത്ത്. അന്ന് ഇല്ല, അന്ന് കാരണം മിച്ചം വന്നിട്ട് വേണമല്ലോ. അന്ന് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് 30 രൂപയാണ് നമ്മൾ 8 മണി വരെ 2 മണി വരെ പണിതാ കിട്ടുന്നത്. അപ്പോൾ അതിൽ 250 രൂപ മാസവാടക കൊടുക്കണം. അപ്പോൾ അത് കഷ്ടി ഇങ്ങനെ അന്നത് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഈ മാസവാടകയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുണ്ടല്ലോ, പിള്ളേർക്ക് എന്തെങ്കിലും ആശുപത്രി കേസുകളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പാടെ പരിധിയാണ്. അപ്പം അന്ന് ഞാൻ 1.5 വർഷം കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് GCUത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബൈബിൾ വരുന്നത്. എന്നോട് പറഞ്ഞു, ബ്രദറെ അയക്കാലും ഇങ്ങനെ കിടക്കുവാണല്ലോ, അപ്പം വചനം വായിക്കണം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഏൽപ്പിച്ചിട്ടോ. ഇങ്ങനെ കിടപ്പിൽ ബൈബിൾ വായിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 കൊരണ്ടി പലക
അങ്ങനെയല്ലേ പറയും നമ്മൾ സാധാരണ നിലത്തിട്ട് അങ്ങനെ കൊരണ്ടി ഇങ്ങനെ ഈ നെഞ്ചത്ത് വെച്ചിട്ട് അതേൽ തലയണ വെച്ചിട്ട് അതേൽ ഇങ്ങനെ ബൈബിൾ ചാരി വെച്ചാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ചാരി കിടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് വായിച്ചു പോകുമ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഏലിയാ പ്രവാചകന്റെ ഭാഗമാണ്. അപ്പൊ ഏലിയ ഭയങ്കരമായിട്ടുള്ള വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു, ആകാശം അടയ്ക്കുന്നു, ആകാശം തുറക്കുന്നു, അങ്ങനെയുള്ള ഏലിയയുടെ ആ ഒരു കഠിനമായ വിശ്വാസം. അപ്പം ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാനും പറഞ്ഞു, എന്നെ ഈ കടന്ന കിടപ്പിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും എന്ന് ഞാനും അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുകയാണ് കട്ടിലേൽ നിന്ന് എണീറ്റിരിക്കണം തോന്നുക. അപ്പം ഞാൻ പയ്യെ ഇങ്ങനെ ഒന്ന് എഴുന്നേക്കാൻ നോക്കി, കൈകുത്തി തപ്പി പിടിച്ച് എഴുന്നേക്കാൻ നോക്കിയപ്പം എനിക്ക് കട്ടിലിൽ എണീറ്റിരിക്കാൻ പറ്റി. അങ്ങനെ എണീറ്റിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുകയാണ് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം, നിൽക്കുന്നിങ്ങനെ ഉള്ളിലൊരു ഇതുകൊണ്ട് കിട്ടുകയാണ്. അപ്പം ഞാൻ അവിടെ തന്നെ അങ്ങ് എഴുന്നേറ്റ് ഇങ്ങനെ പയ്യെ പിടിച്ച് കട്ടിലൊക്കെ പിടിച്ച് ഭിത്തിയാലൊക്കെ പിടിച്ചങ്ങ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴും എനിക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, വേദനയൊക്കെ ഉണ്ട്, എഴുന്നേറ്റ് നിൽക്കുക. അപ്പം അവിടെ ഒരു വടി അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ഭിത്തിയിൽ ചാരി ഒരു വടിയുണ്ട്. അപ്പം ആ വടി ഞാനിങ്ങനെ തപ്പി പിടിച്ചെടുത്ത് കുത്തി അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പയ്യൻ മുമ്പോട്ട് നടക്കുന്ന ഇങ്ങനെ ഉള്ളിൽ പ്രചോദനം തരിക. അപ്പം ഞാനിങ്ങനെ വടി കുത്തി ഭിത്തിയെ പിടിച്ച് ഇങ്ങനെ പയ്യെ ഒരേ സ്റ്റെപ്പ് വെച്ച് ഞാൻ പയ്യെ വീടിൻ്റെ പുറയിലെ തിണ്ണയിലേക്ക് വരെ എത്തി. അപ്പോൾ വീട്ടിൽ ആരുമില്ല, അവളെ ഉണ്ട്, ഭാര്യയുണ്ട്, അവളിപ്പോൾ പുറത്തെന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ തിണ്ണയിലേക്ക് പയ്യെ ഇങ്ങനെ വടി കുത്തി അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഈ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ വൈക്കോല് കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ വൈക്കോലിൻ്റെ മുമ്പിൽ അങ്ങ് ചെന്ന് നിന്നു. ആ വൈക്കോലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എന്തെന്നാണെന്ന് അറിയില്ല, സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഇങ്ങനെ കരഞ്ഞ് വാ വിട്ട് നിലവിളിച്ച് ഞാൻ ഈ വൈക്കോലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ എല്ലാ വചനങ്ങളും ഞാൻ ഈ വൈക്കോലിനോട് അങ്ങ് പറഞ്ഞു. ഈ വൈക്കോലിനോട് ഈ വചനെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവസാനം വൈക്കോലിനോട് ഇങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. ഈ വൈക്കോലിനോടാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. ഞാൻ അങ്ങനെ വന്നിട്ട് അവസാനം ഞാൻ ഈ വൈക്കോലിനോട് പറഞ്ഞു, ഇന്ന് ജീവനില്ലാത്ത നിൻ്റെ മുമ്പിൽ നിന്ന് നിന്നോട് വചനം പറയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കുന്നെങ്കിൽ ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. നാളെ അനേക ജീവനുള്ള വ്യക്തികളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും, എന്നെ നടത്തുമെന്ന് ഞാൻ പറയാം. അത് ഇന്നും ദൈവം അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ജീവനില്ലാത്ത വൈക്കൽക്കുവനോട് സംസാരിച്ചു, ഇപ്പൊ ആയിരക്കണക്കിന് ജീവനുള്ള മനുഷ്യരോട് ദൈവം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൂടെ അന്യ സ്റ്റേറ്റുകളിലെല്ലാം ദൈവം എനിക്ക് മാസത്തിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഈ കഴിഞ്ഞ കോവിഡിന് മുമ്പ് വരെ ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അനേകം വ്യക്തികളെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ, അനേകം മദ്യപാനികളെ, അനേക ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ എല്ലാം ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അപ്പം അങ്ങനെ ദൈവം ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. ഈ ദൈവാനുഭവങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം കരുതും, ദൈവം പരിപാലിക്കും. അങ്ങനെ ഒരു വെളിപാട് ഉള്ളിൽ കിട്ടിയാൽ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ സഹായിക്കും, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ വാസ്തവത്തിൽ ആ ഒരു ഉറപ്പ് മതി നമുക്ക് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും. കാരണം നമ്മളെ കാണാമറിയത്തിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. വാസ്തവമായിട്ട് നമ്മുടെ കൂടത്തിൽ ഒരു സാന്നിധ്യമായിട്ട് തന്നെ കൂടെയുണ്ട്. ഓക്കെ, അത് നമുക്ക് അനുഭവിച്ചറിയാം. കാരണം നമ്മുടെ കൂടെ ദൈവം ഇങ്ങനെ നടക്കുന്ന ഒരനുഭവമാണ്. ആ ദൈവം നമുക്ക് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നൽകുന്നു. തീർച്ചയായും മക്കളുടെ ആവശ്യങ്ങളിൽ അവൻ കരുതലുള്ളവനാണ്. തക്ക സമയത്ത് ആ പരിപാലനം നമ്മൾ അറിയുന്നു. വാസ്തവത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ടെന്നൊക്കെ പറയുന്നത് ഈ ചിലരെങ്കിലും വിചാരിക്കും അത് ഉത്തരവാദിത്വം ഇല്ലാതെ ചുമ്മാ ഉഴപ്പി നടക്കാനുള്ള ഒരു ആ രീതിയിൽ അതിനെ കാണരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കാം, ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാം. ഇപ്പൊ നമ്മുടെ ഈ വീട് തന്നെ ഉണ്ടായത് ഒരു സുപ്രഭാതത്തിൽ ഒരു ബ്രദർ എന്നോട് വിളിച്ച് പറയാം, ബ്രദറെ നാളെ നമുക്ക് വീട് പണിയാനുള്ള കുറ്റി അടിക്കണം. അപ്പം ഞാൻ ഒരു ബ്രദർ എന്നെ പറയണേ, കാരണം എൻ്റെ ഒരു 10 രൂപ പോലും ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയാ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം ഒരു ഭവനം പണിയുമ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തുക കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തുടങ്ങാവുള്ളൂ എന്ന് ഞാൻ ഈ ബ്രദറിനോട് പറയാം. അപ്പോൾ ബ്രദർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ബ്രദർ, ദൈവം വഴി നടത്തുമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ ഒരു ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹം വിളിക്കുന്നു, പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ കുറ്റിവെക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുമ്പം ദൈവസ്വരമായിട്ട് നമുക്ക് തോന്നിയാണ്. അങ്ങനെ പിറ്റേ ദിവസം കുറ്റിയടിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം സഹായിച്ചു. ഒരു JCB വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് വാനം മാന്തി ഒക്കെ കാര്യങ്ങൾ നടത്തുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം തറവണി തീർന്നപ്പം അദ്ദേഹം ഇത് ഉപേക്ഷിച്ച് പോയി. അദ്ദേഹത്തിന് അത്ര ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം ഇട്ടേച്ച് പോയി. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇട്ടേച്ച് പോയത്, അദ്ദേഹം പറ്റിച്ചല്ലോ എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹം പറ്റിച്ചതല്ല, കാരണം ദൈവം അദ്ദേഹത്തിലൂടെ ഒരു അടിസ്ഥാനം ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മറ്റു പലരും അതിനോട് കൂട്ടിച്ചേർന്ന് ഏതായാലും ആ വീട് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും. അതുപോലെ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ബ്രദറെ ഇനിയും കൂടുതലായിട്ട് പ്രയോജനപ്പെടട്ടെ. കൂടുതലായിട്ട് ദൈവമഹത്വത്തിനായിട്ട്, ഈശോയുടെ മഹത്വത്തിനായിട്ട് നല്ല ഗാനങ്ങളൊക്കെ എഴുതാനുള്ള കൃപ കർത്താവ് തരട്ടെ. പ്രേക്ഷകർക്ക് വലിയ ഒരു ഇൻസ്പിറേഷനാണ് ബ്രദറിന്റെ ജീവിതാനുഭവങ്ങൾ. കർത്താവിന്റെ കരുതലും പരിപാലനയൊക്കെ എത്ര അതിശയകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും അകലപ്പെടേണ്ട. ദൈവം നടത്തും. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അത് സ്വീകരിക്കുക, ഏറ്റുപറയുക. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു തീപിടിച്ച ശുശ്രൂഷകനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് തന്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.